ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്. എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളവണെങ്കിൽ ഇറങ്ങി വാ. തന്നോട് കളിക്കാൻ ഞാനുണ്ട്. ഈഴവർക്കും SC/ST വിഭാഗങ്ങൾക്കും പിന്നോക്ക ഹിന്ദു സമുദായത്തിലെ ആളുകൾക്കും തീർച്ചയായിട്ടും പ്രാതിനിധ്യ കുറവുണ്ട് എന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഈ പ്രാതിനിധ്യ കുറവ് വരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കേന്ദ്ര മന്ത്രിസഭയ്ക്കകത്ത് 20 കോടി ഇന്ത്യക്കാരെ മുസ്ലിങ്ങളെ പ്രാതിനിധ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾ പോലുമില്ല. രാജ്യസഭയ്ക്കകത്ത് 37 മുസ്ലിം MP-മാർ വേണ്ടടുത്ത് 13 പേർ മാത്രമാണ്. ലോക്സഭയ്ക്കകത്ത് 80 മുസ്ലിം MP-മാർ വേണ്ടടുത്ത് 24 മുസ്ലിം MP-മാർ മാത്രമാണ്. കേരള നിയമസഭ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പീക്കറും 2 മന്ത്രിമാരും മാത്രമാണുള്ളത്. ഇന്ത്യക്കകത്തെ 15 സംസ്ഥാനങ്ങൾക്കകത്ത് ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നുള്ളത് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസ് ആണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇനി ആരാണ് ഈഴവരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും സീറ്റുകൾ തട്ടിയെടുക്കുന്നത്? വളരെ കൃത്യമായി ഇന്ത്യക്കകത്തെ കേരളത്തിനകത്തെ സവർണ സമുദായങ്ങളാണ് ഇത് തട്ടിയെടുക്കുന്നത്. കയ്യിന്ന് പോയടാ ചാർലി. കേരളത്തിനകത്ത് ജനസംഖ്യാ പ്രാതിനിധ്യത്തിനപ്പുറത്തേക്ക് 5 നായർ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായപ്പോൾ, 2 മുന്നോക്ക ക്രൈസ്തവ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായപ്പോൾ മുസ്ലിം സമുദായത്തിൽ 1 ഈഴവ സമുദായത്തിൽ നിന്ന് 3 ഇതെന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന സംഘപരിവാർ അടക്കമുള്ള സംഘടനകൾ പ്രശ്നവൽക്കരിക്കാത്തത്? കേരളത്തിന്റെ മിനിസ്റ്റർമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 11.9% മാത്രം ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള നായർ സമുദായത്തിൽ നിന്ന് 116 എണ്ണം, അതായത് 147.53% ഇരട്ടിയാണ് നായർ മന്ത്രിമാരുടെ പ്രാതിനിധ്യം. 0.5% മാത്രമുള്ള ബ്രാഹ്മണരിൽ നിന്ന് 7 മന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത്. 255.33% അധിക പ്രാതിനിധ്യമാണുള്ളത്. മുന്നോക്ക ക്രൈസ്തവർക്ക് 55.10% അധിക പ്രാതിനിധ്യം നൽകുന്നു. പട്ടികജാതിക്കാരുടെ എണ്ണം വരുന്ന സമയത്ത് 49.80% കുറവ്. പട്ടികവർഗത്തിന്റെ കാര്യം വരുമ്പോൾ 82% കുറവ്. ഈഴവരുടെ സ്ഥാനം വരുന്ന സമയത്ത് 24% കുറവ്. മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോഴോ 26.56% ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള മുസ്ലിങ്ങളിൽ നിന്ന് 37.89% മാത്രമാണ് കുറവ്. പിന്നെ ചൂടാണ്ട് ഇല്ല. ഇനി ആരാണ് ഈഴവരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും സീറ്റുകൾ തട്ടിയെടുക്കുന്നത്? വളരെ കൃത്യമായി ഇന്ത്യക്കകത്തെ കേരളത്തിനകത്തെ സവർണ സമുദായങ്ങളാണ് ഇത് തട്ടിയെടുക്കുന്നത്. എണീറ്റ് വരണ്ടേയിരുന്നു. നമുക്ക് ജുഡീഷ്യറി എടുത്ത് നോക്കാം. ഭാരത് ആൻഡ് ബെഞ്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആർട്ടിക്കിൾ പ്രകാരം 1980 വരെ ഒരു SC/ST OBC വിഭാഗത്തിൽ നിന്ന് ഒരു ജഡ്ജ് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. 1988 വരെ 50% ബ്രാഹ്മണരാണ് അവിടെ ജുഡീഷ്യറി നിർണയിച്ചത്. ദേവസ്വം ബോർഡ് കേരളത്തിനകത്ത് നടത്തുന്ന കോളേജുകളിലടക്കം 90% സവർണർക്ക് മാത്രം സീറ്റ് ലഭിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടിയിട്ട് RSSനോ BJPക്കോ സാധിക്കാത്തത് എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. ഇത് വളരെ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമോഫോബിയ വിതറിക്കൊണ്ട് മുസ്ലിം അപരവൽക്കരണം നടത്തുക എന്നുള്ളതിന് മാത്രമുള്ള തന്ത്രമാണ്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള യുക്തിപരമായിട്ടുള്ള ഒരു രേഖ പോലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാക്കിയുള്ള ഒരു രേഖ പോലും മുസ്ലിം വിഭാഗത്തിന് അമിത പ്രാതിനിധ്യം എന്നുള്ളത് കാണിക്കുന്നില്ല. മറിച്ച് നായർ, സിറിയാനി, ക്രിസ്ത്യാനി, ബ്രാഹ്മിൺ വിഭാഗത്തിനാണ് ഇവിടെ അമിത പ്രാതിനിധ്യം കൊടുക്കുന്നത്. ഈ ഒളിഗാർക്കിയെ തച്ചുടച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങൾക്കും അർഹമായ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. മറിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ തലയിൽ കയറ്റിവെച്ചുകൊണ്ട് ഈ രീതിയിൽ മുസ്ലിം വിഭാഗത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമമല്ല നടത്തേണ്ടത്. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ.